ഹായ് ഗായ്സ്, നിച്ചു ഹിയർ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു തോട്ട് ഷെയറിങ് ആയാലോ. എനിക്കധികം തോട്ട്സൊന്നും അറിയില്ല, എന്നാലും ഇത്രയും കാലത്തെ ആ ഒരു ജീവിതാനുഭവത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഞാനിപ്പോൾ ഒരു 2-3 ഡേയ്സ് ബിഫോർ ഒരു റീൽ കണ്ടായിരുന്നു. ആ റീൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ പാർട്ട്ണറെ മെൻഷൻ ചെയ്യുന്ന ഒരു നെയിം. അപ്പോൾ അതിൽ പറഞ്ഞ വീഡിയോ ഞാൻ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം. ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കോൾ കോൺവെർസേഷനിൽ നമ്മൾ പറഞ്ഞ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ ചോദിച്ചായിരുന്നു, നിങ്ങളെ ഞാൻ എന്താ വിളിക്കേണ്ടത്, ഞാൻ എന്താ വിളിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ എൻ്റെ അടുത്തോട് ഞാൻ സ്പെഷ്യലായിട്ട് നെയിമൊന്നും ഇല്ല, ഷെഫീർ എന്നല്ലൊരു വിളിക്കൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിളിക്കാൻ നീ എന്തെങ്കിലും ഇട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് ഇട്ട പേരാണ് ചെപ്പിക്ക. അതായിരുന്നു ഇത്രയും കാലം. എൻ്റെ ഒരു 1 year ബിഫോർ ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, ഞാൻ എന്ത് വിളിക്കുന്നത് നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഹാപ്പി ആവുന്നത്, ചെപ്പിക്ക അങ്ങനെ കുറച്ച് എക്സെട്ര പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ചെപ്പി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് ചെപ്പിയായി. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ അത്രയും പ്രിയപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ നമ്മളൊരു പാർട്ട്ണറെ നമ്മൾ വിളിക്കുന്നൊരു പേര് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വിളിക്കാൻ കംഫർട്ടബിൾ ഉള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നതോ അല്ല. അവർക്ക് നമ്മൾ വിളിക്കുമ്പം എന്ത് കേൾക്കുമ്പോഴാണ് കൂടുതൽ ഹാപ്പി ആവുന്നത്, അല്ലെങ്കിൽ നമ്മളടുത്തുള്ള ആ ഒരു മുഹബത്ത് കൂടുന്നത്, അങ്ങനെയുള്ളൊരു നെയിമാണ് നമ്മൾ അവരെ വിളിക്കേണ്ടത്. അതിന് നമ്മൾ മറ്റുള്ളവർ കേട്ടാൽ എന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത്രയും പ്രിയപ്പെട്ട ഒരാളെ നമ്മൾ വിളിക്കുന്നതാണ്, നമ്മളുടെ ലവാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ കുട്ടികളെ മുന്നിൽ നിന്നാണെങ്കിൽ നമ്മൾ വിളിക്കണം, നമ്മളെ തെറിയോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ആയിട്ട് എന്തെങ്കിലും വിളിക്കുക അതൊന്നും അല്ലല്ലോ. പിന്നെ ഞാൻ തന്നെ എത്രയോ തവണ പല സ്ഥലങ്ങളിൽ നിന്നും പലരും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇങ്ങള്, ഓറ്, അല്ലെങ്കിൽ കുട്ടികളുടെ ഉപ്പ, നിങ്ങളുടെ ആങ്ങള, അല്ലെങ്കിൽ പേരിൻ്റെ കൂടെ ഇക്ക അല്ലെങ്കിൽ ഏട്ട അങ്ങനെയൊക്കെ വിളിക്കുമല്ലോ. ഇപ്പോൾ ഷെഫീർ ആണെങ്കിൽ ഷെഫീർക്ക, ഇപ്പം രാഹുൽ ഏട്ട അല്ലെങ്കിൽ അഞ്ജന, ഇങ്ങനെ ഭയങ്കര ഫോർമൽ ആവാതെ ഒരു നിക് നെയിമൊക്കെ വിളിക്കുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ ബെറ്റർ. ബട്ട് ഇങ്ങനെയൊക്കെ വിളിക്കുന്നതാണ് നമ്മുടെ പാർട്ട്ണർ ഇഷ്ടമെങ്കിൽ ഫൈൻ. എന്നാലും നമ്മൾ ഒരു തവണയെങ്കിലും അവരുടെ അടുത്ത് ചോദിക്കുക, ഞാൻ എന്ത് വിളിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ചില ആളുകൾ ഭാര്യനെ വിളിക്കുക എന്നായിരിക്കും, ഭർത്താവിനെ വിളിക്കുക അതേന്ന് കേട്ടാ അതിന്റെ അർത്ഥം ഉമ്മ ഉപ്പാനെ വിളിക്കുകയാണ്. ചില ആളുകൾ ഭർത്താവിനെ വിളിക്കുക നോക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഭർത്താവിനെ വിളിക്കുകയാണത്. ഇങ്ങോട്ടോക്കി എന്ന് പറഞ്ഞാലും ഭർത്താവിനെ വിളിക്കുകയാണ്. നമ്മൾ മറ്റൊരാളെ അഭിസംബോധന ചെയ്യുന്ന പേരിൽ പോലും മധുരം, സ്നേഹം, പ്രണയമൊക്കെ ഉണ്ട്. എല്ലാ സമയത്തും നിങ്ങൾ ഇത്തരം പേരുകൾ അല്ലെങ്കിൽ മധുരം, മനോഹരമായ അവരിഷ്ടപ്പെടുന്ന പേര് തന്നെ വിളിക്കാൻ പാടുള്ളൂ എന്നല്ല. നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ വേറൊരു പേരായിരിക്കും, നല്ല റൊമാൻസ് ഉള്ള സമയത്ത് വേറെ പേരായിരിക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. എന്നിരുന്നാലും ഏത് മനുഷ്യരും ഏറ്റവും സ്നേഹമുള്ള പേരിൽ വിളിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അവർക്ക് ഇഷ്ടമുള്ള പേര് തന്നെ വിളിക്കണം. നിങ്ങൾ ഭയങ്കര മനോഹരാന്ന് വിചാരിക്കുന്ന പേര് വിളിക്കണമെന്നല്ല, അവർക്ക് ഇഷ്ടമുള്ള പേര് തന്നെ നിങ്ങൾ അവരെ വിളിക്കണം. അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ ഭാര്യയോട് ചോദിക്കുക, ഞാൻ എന്ത് വിളിക്കുന്നതാണ് നിനക്ക് ഇഷ്ടം? ഫാത്തിമ എന്നാണ് പേര്, ഫാത്തിമ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, അല്ലെ ഫാത്തി എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ നിന്റെ ഉപ്പയും ഉമ്മയും നിനക്ക് വിളിച്ചിരുന്ന ഓമന പേരിട്ട് വിളിക്കാനാണോ നിനക്കിഷ്ടം? ചിഞ്ചു, പൊന്നു, മുത്തു, ചിഞ്ചു, പല പേരും വിളിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളോട് ഞാൻ എന്ത് പേരാണ് നിന്നെ വിളിക്കേണ്ടത്, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. നമ്മളായിട്ടുണ്ടാക്കുന്ന പേരിന് പകരം അവർ താല്പര്യപ്പെടുന്ന പേര് തന്നെ, അത് മക്കളെ മുമ്പിലാണെങ്കിലും വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ കാര്യം കൂടി നിങ്ങളെല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കണം.